കൊതി തീരും വരെ ജീവിച്ചു തുടങ്ങും മുൻപ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരാനച്ചന്തം. ആന സൗന്ദര്യത്തിന്റെ വേറിട്ടൊരു മൂർത്തിഭാവം. കരിവീട്ടി കടഞ്ഞെടുത്തതുപോലെയുള്ള ആനച്ചന്തത്തിനുടമ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുഞ്ചാരവിള സൂര്യനാരായണൻ എന്ന ആനയുടെ കഥയാണ്. നിരവധി ഗജവീരന്മാരെ കേരളത്തിന് സമ്മാനിച്ച പുത്തംകുളം ഷാജി തന്നെയാണ് ഇവനെയും മലയാള മണ്ണിലേക്ക് എത്തിക്കുന്നത്. ആദ്യകാലത്ത് പുത്തംകുളം സൂര്യനാരായണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവനെ അധികം താമസിയാതെ കൊല്ലം ജില്ലയിലെ രജുലാൽ എന്ന വ്യക്തി സ്വന്തമാക്കി. അങ്ങനെ ഇവൻ കുഞ്ചാരവിള സൂര്യനാരായണനായി മാറി. നാടനാനയെ വെല്ലുന്ന മറുനാടൻ ആനച്ചന്തം, അതായിരുന്നു സൂര്യനാരായണൻ. ആനകളിലെ കോടീശ്വരൻ എന്നാണ് ഇവനെ വിളിച്ചിരുന്നത്. എല്ലാം കൊണ്ടും നല്ല ശാന്ത സ്വഭാവിയായ ഒരു കൊമ്പൻ. കൊല്ലം ജില്ലയിലെ ഒട്ടുമിക്ക ഉത്സവ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു സൂര്യനാരായണൻ. നല്ല ലക്ഷണമൊത്തൊരു കൊമ്പനായിരുന്നെങ്കിലും അവന് ആയുസ് കുറവായിരുന്നു. ഒരിക്കൽ മദപ്പാടിൽ നിന്നഴിച്ച ആനയെ കലക്കയോടുള്ള തറയിലായിരുന്നു കെട്ടിയിരുന്നത്. ആ സമയത്ത് ആന കുറച്ചു ദിവസമായി തീറ്റയെടുത്തിരുന്നില്ല. 2018 ഒക്ടോബർ 8 സൂര്യനാരായണൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എരണ്ടക്കെട്ടായിരുന്നുവെന്നും കുഴഞ്ഞു വീണാണ് ചെരിഞ്ഞതുമെന്നുമാണ് പറയപ്പെട്ടിരുന്നത്. ചെരിയുമ്പോൾ ആനയ്ക്ക് 32 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കുഞ്ചാരവിള സൂര്യനാരായണന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരാനക്കഥയുമായി വീണ്ടും കാണാം.